ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ചൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയാലോ? ഓണൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സാമ്പാർ റെസിപ്പി ഒന്ന് നോക്കാം. എൻ്റെ കയ്യിൽ അധികമൊന്നും സാധനങ്ങളില്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പീസാക്കിയിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് പച്ചക്കറി വേവിക്കാൻ വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പരിപ്പും വേറെ വേവിച്ചെടുക്കണം. പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ അതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കഴുകി വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് ഇതിലേക്ക് ഇത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഗ്യാസ് കത്തിച്ചു നമ്മൾ പച്ചക്കറി വേവാനായ പച്ചക്കറി വേവിക്കാൻ നിങ്ങൾ വെച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ട് നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുക്കറിൽ പരിപ്പും വേവിച്ചെടുക്കാം. നമ്മൾ പച്ചക്കറികൾ കുക്കറിലിടാതെ വേവിക്കണം. കാരണം കുക്കറിലിട്ട പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് സാമ്പാർ കൂട്ടുമ്പോൾ പച്ചക്കറികളൊക്കെ ഉടഞ്ഞിട്ടാണ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാത്തത്. പരിപ്പ് ചിലപ്പോൾ കുക്കറിൽ വേവിച്ചില്ലെങ്കിൽ ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. നല്ലോണം പരിപ്പ് വേകണ്ട. അപ്പോൾ പരിപ്പ് നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിലിൽ വേവിക്കാം. ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർക്കാണ്ട് ഇത് പച്ചക്കറിയൊക്കെ പാകമായി വരുന്ന സമയം നമുക്ക് തക്കാളി ചേർക്കാം. വെണ്ടക്ക അതുപോലെ നമുക്ക് വറുത്ത് ചേർക്കണം, എന്നാലേ വെണ്ടക്കൻ്റെ കൊഴുപ്പ് മാറുള്ളൂ. പിന്നെ പൊടികളൊക്കെ നമ്മൾ ഇതിലേക്ക് വറുത്തിട്ടാണ് ചേർക്കുക. നമ്മളിതിൽ ഒറ്റ പൊടിയും ചേർത്തിട്ടില്ല. ഉപ്പും ലേശം മഞ്ഞളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. നമ്മളെ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയും നമ്മളിതിലിപ്പോൾ 2 ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിയും വേണം. സാമ്പാർക്ക് പുളി വേണ്ട. ഇനി നമുക്ക് സാമ്പാർക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ പരിപ്പ് വെച്ചപ്പോഴും അതുപോലെ പച്ചക്കറികൾ വേവിച്ചപ്പോഴൊന്നും നമ്മൾ പൊടികളൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കായപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർക്കണം. നമ്മളതിൽ പുളിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വയ്ക്കാം. അങ്ങനെ നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കുകയാണ്. ഈ പുളിവെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ പരിപ്പ് പച്ചക്കറിയൊക്കെ വേവിച്ച് ഒഴിക്കുന്നതാണ്. നമുക്ക് കടുക്, ഉലുവ, ചെറുജീരകം, കടുക്, ഉലുവ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയിലൊക്കെ ഇട്ട് താളിച്ചൊഴിക്കാം. അതും കൂടി ചെയ്താൽ നമ്മൾ സാമ്പാർ റെഡി ആവുള്ളൂ. നമ്മൾ സാമ്പാർക്കുള്ള താളിച്ചൊഴിക്കലാണ് ഉണ്ടാക്കണം. ഉലുവ, കടുക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ മൂപ്പിച്ച്
കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ചുവപ്പ് പച്ച വെള്ള കറുപ്പൊക്കെ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് താളിച്ചൊഴിച്ച് അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റണ, കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇനി ചെയ്യാത്തവർ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.